ഈ ഭീകരമായിരിക്കുന്ന ഒരു രൂപമായിട്ടാണ് ആൾക്കാരെന്ന് ചിത്രീകരിക്കുക. അതെന്തിനു വേണ്ടിയാണ് ആ അവതാരം എടുത്തത് എന്നറിയുന്നില്ല. കാരണം ബ്രഹ്മാവിനോട് ഒരുപാട് വരങ്ങൾ മേടിച്ചു ഓരോ അസുരന്മാരെ. രക്തബീജൻ എന്ന് പറയുന്ന അസുരൻ മരണമില്ലാതിരിക്കാനുള്ള നിർദേവത്വമാണ് ചോദിച്ചതെങ്കിലും മരിക്കാതിരിക്കാനുള്ള വരം കൊടുക്കാൻ പറ്റില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അഥവാ ഇനി മരിക്കണമെങ്കിൽ ഒരു സ്ത്രീയായിട്ടേ ആകാവുള്ളൂ. സ്ത്രീകള് നിസാരക്കാരായിട്ടാണല്ലോ കണക്കാക്കുക. അതല്ല, സ്ത്രീകളാണ് ഏറ്റവും ഭൂമിദേവി. ആരാണ്? അല്ലേ, ഗംഗ ആരാണ്? പാർവതി ദേവി ആരാണ്? ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന സർവ്വതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുള്ള, നോക്കൂ, അമ്മമാർ തന്നെ ഏതെല്ലാം കാര്യങ്ങളാണ് ഒരു കുടുംബിനി ആണെങ്കിൽ സഹിക്കുക, ക്ഷമിക്കുക, ഇടപെടുക. അപ്പം അതുപോലെ ആ രക്തബീജം വാങ്ങിച്ച വരം, ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ ആയിരക്കണക്കിന് അസുരന്മാരുണ്ടാകണമെന്നാണ് വരം വാങ്ങിയത്. അങ്ങനെയാകട്ടെ എന്ന്. അതുകൊണ്ട് മരണമില്ല എന്ന് രക്തബീജൻ എന്ന് പറയുന്ന അസുരൻ ചിന്തിച്ചിരുന്നെങ്കിലും അസുരന്മാരുടെ ശല്യം വർദ്ധിച്ചു. ദേവന്മാർക്ക് ഇരിക്കപ്പെടുകയില്ലാതെയായി. ബ്രഹ്മദേവനെയും വിഷ്ണുവിനെയും ഭഗവാനെയും ഒക്കെ പ്രാർത്ഥിച്ചു. ഒടുവിൽ അവർ തന്നെ തീരുമാനമെടുത്തു, ഇത് പരാശക്തിയായിരിക്കുന്ന അമ്മയ്ക്ക് മാത്രമേ ഇനി ആ അസുരനെ കൊല്ലാൻ പറ്റൂ. ഒടുവിൽ ദേവിയോട് പറഞ്ഞു, ബ്രഹ്മമായിരിക്കുന്ന ദേവിയോട് പറഞ്ഞു, എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം, അമ്മ വിചാരിച്ചാലേ നടക്കൂ. അങ്ങനെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ അതിൽ ആയിരക്കണക്കിന് ഉണ്ടാകുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിലും ആ അസുരൻ്റെ രക്തം മുഴുവൻ കുടിച്ച് വറ്റിച്ചുകൊണ്ട് രക്തബീജൻ എന്നെ ഇല്ലാതാക്കി. അതിനൊരു രൂപം എടുത്തിട്ടുണ്ട് ഭദ്രകാളി. ഭദ്രകാളി രൂപം മഹാദേവൻ്റെ മൂന്നാം തൃക്കണ്ണിന് ശുംഭാദി സമ്പന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി അനേക അവതാരം എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഭദ്രകാളി അമ്മയുടെ രൂപത്തിലുണ്ട്. മഹാദേവൻ്റെ ശക്തിവിശേഷത്തിൽ നിന്നും ഭദ്രകാളി രൂപം ഉടലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ദേവീഭാവത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ദേവി ചില ആൾക്കാർ, അറിയാത്ത ആൾക്കാർ കുറ്റം പറയാറുണ്ട്. നല്ലതാണ്. അപ്പം നമ്മളത് കേട്ട് തലയാട്ടി പോകാറുമുണ്ട്. കാരണം അർവശാലയിലേക്ക് ആടിനെ കൊണ്ടുപോകാൻ കയറൊന്നും വേണ്ട, അതിന് പ്ലാവലയുടെ മുൻപേ പോയാൽ മതി, അത് പുറകെ പോകും എന്നപോലെ നമ്മുടെ ആൾക്കാരും തലയാട്ടും. ആ ശരിയാ, ഭദ്രകാളി മോശമാണ്. അപ്പം അവരോട് തിരിച്ചു പറയാനുള്ള അറിവ് നമുക്ക് ഉണ്ടാവില്ല. കാരണം ദൈവഭാഗം വായിച്ചവർക്ക് മാത്രമേ ഭദ്രകാളിയുടെ അവതാരം എന്തിനാണ്, ഏത് തരത്തിലാണ് അമ്മ അവതരിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്, ഭക്തരോട് അമ്മ എങ്ങനെയാണ് പെരുമാറുക, അസുരന്മാരോട് എങ്ങനെയാണ് അമ്മ പെരുമാറുക, ഇതൊക്കെ പഠിക്കണമെങ്കിൽ ആ ദേവീഭാഗവത പാരായണം കേൾക്കണം, അല്ലെ വായിച്ച് മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ കഥയിലെ കഥാസാരങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് നാരദ മഹർഷി ചോദിച്ചത്, ആരെയാണ് നിങ്ങൾ ധ്യാനിക്കുക? അതെ, ഞങ്ങൾ ബ്രഹ്മത്തെയാണ്. ആ ബ്രഹ്മസ്വരൂപിണിയാണ്, ജ്ഞാനസ്വരൂപിണിയാണ്, വിത്തസ്വരൂപിണിയാണ്, വിദ്യാസ്വരൂപിണിയാണ്, രാജരാജേശ്വരിയാണ്, അന്നപൂർണേശ്വരിയാണ്. അമ്മ എല്ലാ തരത്തിലും ഉമാകാർത്യായനി, കാളി, ഗൗരി, ഹൈമവതീശ്വരി, ശിവാൻ, രുദ്രാണി, സർവാണി, ശ്രവങ്കര, അപർണ, പാർവതി, ദുർഗ, മൃണാണി, ചണ്ഡികാംബി, ആര്യ, ദാക്ഷായണി, ദേവഗിരിജ, മേനകാത്മജ, ഇതെല്ലാം അമ്മയുടെ നാമങ്ങളാണ്. ഏത് ഭാവത്തെ വിളിച്ചാലും ഏത് രൂപത്തെ വിളിച്ചാലും നമ്മുടെ മനസ്സ് എങ്ങനെയാണ് എല്ലാം അറിയുന്ന അമ്മയോട് ഒന്നും പറയേണ്ട കാര്യമില്ല. കൂടെ നടന്നമ്മ കാണുന്നുണ്ട്, കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ആ മഹാദേവിയുടെ മായാവൈഭവങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര വർണ്ണിച്ചാലും വർണ്ണനയ്ക്കപ്പുറമാണ്. നമുക്ക് അറിവുള്ള കാര്യമല്ലേ പറയാൻ പറ്റൂ. അറിയാത്ത കാര്യം എങ്ങനെ അറിയാം? അമ്മ എല്ലാ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താറുണ്ടോ? ഇല്ല. ആവശ്യാനുസരണം ആ സന്ദർഭങ്ങളിൽ അതെ വിളിച്ചാൽ വെളിപ്പുറത്തെത്തും സാധകന്മാർ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക രൂപമുള്ള അമ്മമാരുണ്ട്. എല്ലാം അത് വിളിക്കുന്ന സമയത്ത്, അതിൻ്റെ ആചാരാനുഷ്ഠാനം ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ സാധകന് ആ അമ്മ അനുഭവമായിട്ട് വരികയുള്ളൂ. അങ്ങനെ 8 ഭാവത്തിൽ അമ്മ പ്രത്യേകമായിട്ട് അനുഗ്രഹം കൊടുത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ദേവീഭാവത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ആ ദേവീഭാഗമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരെയും
ആ പരാശക്തിയുടെ അനുഗ്രഹം ആവോളം ഉണ്ടാകട്ടെ. നമുക്ക് കഥയല്ല ആവശ്യം, നമുക്ക് വിശ്വാസമാണ്. അമ്മ നമ്മളെ രക്ഷിക്കും, അമ്മ നമ്മളെ കാത്തുരക്ഷിക്കും. നാടിൻ്റെ ഐശ്വര്യ ദേവതയായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ പരാശക്തി ഞാനിവിടെ പല വർഷങ്ങളായിട്ട് വരാറുണ്ട്. ഈ വർഷം വരാമെന്നൊന്നും ചിന്തിച്ചിരുന്നല്ല. എന്തായാലും അമ്മയുടെ അനുഗ്രഹം, അതുപോലെ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാർ, അവരുടെ നല്ല മനസ്സ്, അതെ, സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, അതിലുപരി നാട്ടുകാർ എല്ലാം വീണ്ടും ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ്. അമ്മയിലുള്ള വിശ്വാസം അല്പം കൂടി ഉറപ്പിക്കാനുള്ള അവസരവും കൂടിയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം കൈവന്നിരിക്കുന്നത്. കാരണം ഇത് പ്രതീക്ഷിച്ചതല്ല ഈ വർഷം, അതങ്ങനെയായിരുന്നു സാഹചര്യങ്ങൾ. എങ്കിലും സമയമായപ്പോൾ അതെ, സെക്രട്ടറിയുടെ വിളി വന്നു. ആ മഹാത്മാവിൻ്റെ ആ നല്ല മനസ്സും കമ്മിറ്റിക്കാരുടെ നിർലോഭമായിരിക്കുന്ന കാര്യങ്ങളും വീണ്ടും ഇവിടെ എനിക്ക് അമ്മയുടെ കൃപ കൊണ്ട് എത്താനും അതിൽ പങ്കെടുക്കാനും സാധിക്കുന്നു. എല്ലാ സജ്ജനങ്ങളും അങ്ങനെ തന്നെ അമ്മയിൽ വിശ്വസിക്കുമ്പോൾ അനുഭവം അങ്ങനെ തന്നെയായിട്ട് വരും. അതിന് യാതൊരു സംശയമില്ല. നമ്മുടെ അനുഭവമാണല്ലോ ഗുരു. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം, അതെ, തൻ്റെ വിശ്വാസം തന്നെ രക്ഷിക്കും എന്ന് യേശുദേവൻ പറഞ്ഞതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്, അല്ലേ? അതെ, നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ആ വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മളെ ആ നേർവഴിക്ക് പോകാനും അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാനും സാധ്യമാകും. അമ്മ ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പാരായണം 3-ാം ഭാഗത്തിലേക്ക്, 3-ാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീ മഹാദേവൻ: സൂക്ഷ്മം ഞാൻ പറഞ്ഞിടാം കേട്ടാലും മഹാമുനി, സൂക്ഷ്മയായി ജഗദദ്യയായ ഗോ നിത്യയായി, പരയായിടം മൂലപ്രകൃതി തന്നെ സാക്ഷാൽ പരബ്രഹ്മമെന്നുള്ളിൽ കരുതിയിടുക ഭവാൻ. മംഗളാത്മികയാകും അപ്പരാശക്തിയെത്താൻ ഞങ്ങൾ മൂവരും ഭരിക്കുന്നിതു നിരന്തരം. നാനാ ബ്രഹ്മാണ്ടങ്ങളിൽ സംസ്ഥിതി ചെയ്തുകൊള്ളും പ്രാണികോടികളുടെ സൃഷ്ടിത്തിന്നങ്ങളെ സന്ദേഹം വേണ്ട. പരാശക്തിയ മഹേശ്വരി തന്നെ എപ്പോഴും ചെയ്തു കൊള്ളുന്നു വഴി പോലെ. ഓർത്താലും രൂപയാകും മഹാമായ മഹാദേവി ഗാത്രത്തെ ധരിക്കുന്ന ലീലയോ മഹാമുനി. ഈ വിശ്വമുണ്ടാകുവാനും നിലനിൽക്കുന്നതിനും ദേവർഷേ ലയിപ്പാനും ഹേതുവദ്ദേവി തന്നെ. ജഗന്മോഹിനി പൂർണ്ണദേവി ദക്ഷൻ തന്റെ മകളായി തീർന്നു മുന്നം നിന്നുടെ ലീലയാക്കാൻ എന്നതുപോലെ തന്നെ പാർവതാത്മജയായി ഇന്ദിരാദേവിയായി ശാരദയായി മരണാചരണെ വള്ളിച്ചെയ്തതു നേരം നാരദൻ സഹബുധൻ ചോദിച്ചാൻ ഇപ്രകാരം: പരദേവത ദാക്ഷായണിയായി ഭവിച്ചതും ഹരനായി മഹാദേവി തന്റെ കൈ പിടിച്ചതും പിന്നെ ഗിരീന്ദ്രൻ വേരമ്പൻ വീരനായ താരകാലായിട്ട് വീണ്ടും നന്ദനന്മാരെ പ്രസവിച്ചതും ഏറ്റവും വിസ്തരിച്ചിപ്പോൾ എന്നിൽ പ്രസന്നൻ ഭവാൻ അരുളി ചെയ്തിടണമേ. മാമുനി പ്രകാരം ചോദിച്ച നേരം സാക്ഷാൽ ശ്രീ മഹാദേവൻ അരുളി ചെയ്തിടിനാൻ. ആദിത്യ സുധാകരൻ നക്ഷത്രം എന്നിത്യാദിയൊന്നുമില്ലാതിരുന്ന കൊണ്ടൊരിക്കൽ അക്കാലം പകലില്ല രാത്രിയില്ല, ജഗത്തിൽ ദിക്കില്ല, മാത്രം മുതലായിരുന്നില്ല, അതിന്റെ തേജസ്സമില്ല താൻ ബ്രഹ്മവേദം എന്നോതുന്ന വസ്തുണ്ടായിരുന്നു.